സംസ്ഥാനത്ത് താപനില ഏപ്രിൽ മാസത്തിൽ ഉയർന്നു നിൽക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. എന്നാൽ ഏപ്രിൽ 16 മുതൽ 19 വരെ വേനൽ മഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം ഈ വർഷം കേരളം ഉൾപ്പെടെ രാജ്യത്ത് എല്ലായിടത്തും കനത്ത മഴ ലഭിക്കുമെന്ന് കേന്ദ്ര ഭൗമ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടിയ നിലയിൽ തുടരുന്ന സാഹചര്യത്തിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ വേനൽ മഴ എത്തിത്തുടങ്ങി. ഏപ്രിൽ 16 മുതൽ ഈ മാസം 19 വരെ സംസ്ഥാനത്ത് പരക്കെ ചെറിയ തോതിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. എന്നാൽ താപനില ഏപ്രിൽ മാസത്തിൽ ഉയർന്നു തന്നെ നിൽക്കും. 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ശരാശരിയിൽ നിന്നും ഉയരുമെന്നതിനാൽ സൂര്യാഘാത സൂര്യതാപ മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നീട്ടിയിട്ടുണ്ട്. മെയ് മാസത്തോടെ ചൂടിന്റെ കാഠിന്യം കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പസഫിക് സമുദ്രത്തിന് മുകളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന എൽ നിനോ പ്രതിഭാസം രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജൂലൈ മാസത്തോടെ ഇതിന്റെ ശക്തി കുറയുമെന്നതിനാൽ കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗത്തും കനത്ത മഴ ലഭിക്കുമെന്ന് കേന്ദ്ര ഭൗമ മന്ത്രാലയം സെക്രട്ടറി എം രാജീവൻ പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കാരണം കാലവർഷം വൈകാൻ സാധ്യതയുണ്ട്. എന്നാൽ മെയ് മാസത്തോടെ കേരളത്തിൽ ചൂട് കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് കാർഷിക മേഖലയ്ക്ക് സഹായകമാകുന്ന വിധത്തിൽ പരക്കെ മഴ ലഭിക്കുമെന്നാണ് ഭൗമ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. ജൂൺ ആദ്യവാരത്തോടെ മൺസൂൺ മഴ ലഭിച്ചു തുടങ്ങും. മെയ് പകുതിയോടെ മൺസൂണിന്റെ ആരംഭം കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. 17% വരൾച്ചയാണ് രാജ്യം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും മൺസൂണിന്റെ അളവ് 39% ആയിരിക്കുമെന്നാണ് ഭൗമ കേന്ദ്രത്തിന്റെ പ്രവചനം. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.